KSRTC പിടിക്കോ KSRTC പിടിക്കോ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഉറങ്ങുമായിരുന്നോ? കണ്ണൊക്കെ വല്ലായിരിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ കളറാ. എന്തിനാ നിർത്തിയെന്ന് അറിയാമല്ലോ. ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? പറയണ്ടേ? ഇവിടെ ഞങ്ങൾ ഈ നാട്ടുകാരെ എല്ലാം പിടിച്ചു നിർത്തുക. മഞ്ഞ വരെ ബ്രേക്ക് ചെയ്തെന്നും പറഞ്ഞ് ഞങ്ങൾ പിടിച്ചു നിർത്തുക. പെട്ടെന്ന് കയറി. ഇതാ കുഴപ്പം. ആൾക്കാർ ചോദിക്കുന്നത് തെറ്റില്ല. KSRTC പിടിക്കോ KSRTC പിടിക്കോ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കേസടിക്കുക. ലൈസൻസ് നിങ്ങൾ ഇത് ഒരു കാരണവശാലും കയറേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. കാരണം സ്പീഡില്ല. പേരെന്തോ? ഏതിരിപ്പോലെ വണ്ടിയാ? ഞങ്ങളുടെ ചെക്കിംഗ് ടീമുകൾ അവിടെ ഇവിടെ നിന്നിട്ടും പോലും നിങ്ങൾക്കത് മനസ്സിലായില്ല, ബോധ്യം വന്നില്ല. ഉറങ്ങുമായിരുന്നോ? കണ്ണൊക്കെ വല്ലായിരിക്കുന്നുണ്ട്. ചൂടാണ്. കേസടിച്ചിട്ടുണ്ട്. 7 ക്യാമറ ഇതിന്റെ ചുറ്റുപാട് ഇരിക്കുന്നത്. പിന്നെ നിങ്ങളിത് ചെയ്താൽ എന്താ ചെയ്യുന്നത്? കയറി വണ്ടി കയറിക്കും. ലൈസൻസ് കൊടു. ആൾക്കാർ ഇത്ര ഇരിക്കുമല്ലേ, ബുദ്ധിമുട്ടിക്കണ്ട. ഈ ലൈനൊക്കെ നോക്കി പോകണം. വലിയ വളവിലൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു KSRTC കയറി വരുന്നു. ഓരോ പ്രാവശ്യം ഓരോ കളറാ. സാറേ നിങ്ങൾ ഓഫീസിന്റെ കീഴിൽ കണ്ട ചോപ്പ് വെച്ചിട്ട് ആട്ടോ മോളത്തിലേക്ക് അല്ല, ഞങ്ങൾ നടന്നിക്കോ. ഞങ്ങൾ നടന്നോ. കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് നിരവധിയായ ആക്സിഡന്റുകളും ഡെത്തും ഒക്കെ വല്ലാതെ കൂടിയിരിക്കുന്നു. ഞങ്ങൾ പലരും ഈ ഇലക്ഷൻ ഡ്യൂട്ടിയിലൊക്കെ ആയിരുന്നതുകൊണ്ട് ചെക്കിങ് നന്നേ കുറവായിരുന്നു. ആ ഒരു അവസരം മുതലാക്കി പല ആൾക്കാരും വലിയ സ്പീഡ് എടുക്കുന്നു. ഈ മഞ്ഞ ലൈനൊന്നും കണ്ടിട്ട് ആർക്കും ഒരു കൂസലും ഇല്ലാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സീരിയസ് ആയിട്ടുള്ള ആക്സിഡന്റ് നടന്നിരിക്കുന്നു. ഒരാൾ ഉറക്കം തൂങ്ങിയിട്ട് സൈഡിലേക്ക് വന്നിട്ടുള്ള ആക്സിഡന്റ്. അതിനകത്ത് 120 കിലോമീറ്ററിലാണ് ഈ സ്പീഡോമീറ്റർ സ്റ്റക്കായിരിക്കുന്നത്. അതിനർത്ഥം 120 km/h അദ്ദേഹം വണ്ടി ഓടിച്ചെന്നുള്ളതാണ്. ഇതൊന്നും അതിന് പറ്റിയ സാഹചര്യവും അതിന് പറ്റിയ റോഡുകളുമല്ല. പിന്നെ കൂടാതെ 66-ന്റെ ആ വർക്ക് പുരോഗമിക്കുന്നതുകൊണ്ട് ഇവിടെ വെഹിക്കുലർ മൂവ്മെന്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും ജാഗരൂകരായി പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പോലീസും മോട്ടോർ വെഹിക്കിൾസിൻ്റെ കോമ്പിനേഷനിൽ ഞങ്ങൾ ഇന്ന് റോഡിൽ ഇറങ്ങിയത്. 3 പോയിന്റുകളിലായിട്ടാണ് ഞങ്ങളിപ്പോൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. പിന്നെ കൂടാതെ ഒരു മഫ്തിയിലൊരു ടീം നിൽക്കുന്നുണ്ട്. അവിടുന്ന് ഒഫൻസീവായിട്ട് ഓടിച്ചു വരുന്ന ആൾക്കാരുടെ വിവരങ്ങൾ എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത്തരം വാഹനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് നിർത്തുന്നത്. പിന്നെ ഇത്തരം മഞ്ഞ ലൈനുകൾ കട്ട് ചെയ്ത് ക്രോസ് ചെയ്ത് പോകുന്ന KSRTC അടക്കമുള്ള വാഹനങ്ങളുടെ ഫോട്ടോ എടുക്കുകയും ചെല്ലാൻ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നൊരു 40ഓളം കേസുകളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് കേസെടുക്കുക എന്നുള്ളതല്ല, ഇന്ന് ഞങ്ങളുടെ ഒരു പ്രസൻസ് കാണിച്ചു. 3 സ്ഥലങ്ങളിലായിട്ട് കേന്ദ്രീകരിച്ച് ചെക്കിങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇന്റർസെപ്റ്ററിന്റെ ചെക്കിങ് നടക്കുന്നുണ്ട്. ഇന്നൊരു 2 മണിക്കൂറേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മഫ്തിയിൽ ആൾക്കാർ ഇടും. ഏറ്റവും മോശപ്പെട്ട തരത്തിൽ ഡ്രൈവിംഗ് ചെയ്യുന്നെങ്കിൽ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തിട്ട് ഞങ്ങളുടെ കൺട്രോൾ റൂമിൽ അയച്ചു തരികയും അവിടെ നിന്ന് തന്നെ ചെല്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങൾ അവലംബിച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം ഒന്നേ ഉള്ളൂ, സാവധാനം പോവുക. അപകടത്തിൻ്റെ സാധ്യത നന്നേ കൂടുതലാണ്. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, വണ്ടി കത്തുപിടിക്കാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അനാവശ്യമായ സാധനങ്ങളുമായിട്ട് വാഹനത്തിൽ പോകാതിരിക്കുക. മദ്യക്കുപ്പികൾ, സ്പിരിറ്റ്, പിന്നെ സിഗരറ്റ് ലൈറ്റ്, ലാമ്പ്, പിന്നെ സ്പ്രേ, പെർഫ്യൂമുകൾ, അങ്ങനെയൊക്കെ നിരവധി വണ്ടികൾ കാണുകയുണ്ടായി. അതൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ക്യാരി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. വാഹനത്തിന് എന്തെങ്കിലും തീയോ സ്പാർക്കോ ഒക്കെ, അതുപോലെ തന്നെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുക. അല്ലെങ്കിൽ സ്പാർക്കിനൊക്കെ സാധ്യതയുണ്ട്, ഷോർട്ട് സർക്യൂട്ടിന് സാധ്യതയുണ്ട്. പിന്നെ ലീക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, ഓയിൽ ലീക്ക്, ഫ്യൂൽ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായി ഇപ്പോൾ പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വേനലിലാണ്, വളരെ വലിയ ടെമ്പറേച്ചറാണുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ അവയർനെസ് ആണ് ഞങ്ങൾ രണ്ട് ടീമുകൾ. പോലീസ് ആൾക്കാർ പലയിടത്തും ബ്ലോക്ക് ആകുമ്പോൾ ആ സമയം ലാഭിക്കാനായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ വല്ലാതെ സ്പീഡ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. പല സ്ഥലങ്ങളിലും ബ്ലോക്കൊക്കെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ സമയം കണക്കൂട്ടി ആൾക്കാർ യാത്ര ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കിട്ടുന്ന സ്ഥലത്ത് വളരെ സ്പീഡ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. മഫ്തിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് അത് നിരീക്ഷിച്ചിട്ട് അത് പകർത്തിയിട്ട് ഞങ്ങളുടെ കൺട്രോൾ റൂമിൽ അയക്കുന്ന ജോലിയല്ല. വണ്ടി തടഞ്ഞ് അവിടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നില്ല. അത് ഞങ്ങൾ നോക്കാനാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഞങ്ങളുടെ നിരീക്ഷണം എപ്പോഴും റോഡിലുണ്ട്. ഞങ്ങളുടെ ഒരു ടീം എപ്പോഴും മഫ്തിയിലുണ്ട്. അവരവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് MC റോഡാണ്. ഇപ്പം ഞങ്ങൾ കേന്ദ്രീകരിക്കുന്ന MC റോഡിലാണ്.
ഏതാണ്ട് 1, 2, 3 പോയിന്റിൽ ഞങ്ങൾ ആൾക്കാർ ഇപ്പോഴും നിൽക്കുവാണ്. അപകടരഹിതമായ റോഡ് പ്രതീക്ഷിക്കുന്നു. അപകടമില്ലാത്ത അപകടം ഒഴിഞ്ഞ ആളുകൾ നാളെ ഉണ്ടാവട്ടെ. ഈ മാസം വല്ലാതെ കൂടിയിട്ടുണ്ട്. ഈ മാസം വല്ലാതെ ആക്സിഡന്റ് കൂടി, ഡെത്തും കാഷ്വാലിറ്റി ഒക്കെ വല്ലാതെ കൂടിയ ഒരു മാസമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കോമ്പിനേഷനിൽ വലിയ എഫോർട്ട് ഇട്ടിരിക്കുന്നത്. 20ഓളം ഓഫീസേഴ്സാണ് ഗ്യാദർ ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം ഓരോരോ വർക്കുകൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരവരുടെ വർക്കുകൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞ ലൈൻ കട്ട് ചെയ്യുന്നത് നോക്കാൻ ഒരാളുണ്ട്, മദ്യവെച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് നോക്കാൻ ആളുണ്ട്. അതൊക്കെ അവർക്ക് അസൈൻമെന്റ് അവർക്ക് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടാതെ മഫ്തിയിലൊക്കെ നിൽക്കുന്നുണ്ട് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക്. ചെയ്തിട്ടുണ്ട്, നിരന്തരമായി ചെയ്യാറുണ്ട്. ഇന്നിപ്പം ഒരു അക്യൂട്ട് സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തരമായിട്ട് പെട്ടെന്നൊരു ക്രാഷ് ലാൻഡിങ് നടത്തേണ്ടി വന്നത്.